തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഏകദേശം 10-12 ചോദ്യങ്ങളാണ് തെർമോഡൈനമിക്സിൽ നിന്ന് കഴിഞ്ഞ കീം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. ആൻസർ തെറ്റിപ്പോകുന്ന കുട്ടികളുണ്ട്. അവർ ആ പ്രാക്ടീസിങ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എക്സാം ചെയ്യുന്ന സമയത്തും ഒന്ന് മനസ്സിരുത്തി ചെയ്തിട്ട് തെറ്റുകൂടാതെ, സൈനൊന്നും തെറ്റുകൂടാതെ നോക്കൂ. +51 ഉള്ളപ്പോൾ തന്നെ -51 ഉണ്ട്. എന്താണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം പഠിച്ചിട്ടില്ലേ? ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ വിച്ച് ക്യാൻ ട്രാൻസ്ഫർ ബോത്ത് മാറ്റർ ആൻഡ് എനർജി. ഹായ് മക്കളെ, എല്ലാവർക്കും സ്വാഗതം. പ്രൊഫസർ PC തോമസ് ചൈതന്യ ക്ലാസ്സസിൻ്റെ കീം എക്സാമിനേഷൻ 2025 പേപ്പറിലുള്ള കെമിസ്ട്രിയിലെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ വീഡിയോ സീരീസിലേക്ക് വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ സീരീസിലൂടെ നിങ്ങളെല്ലാവരും പരിചയപ്പെട്ടതുപോലെ ഓരോ ചാപ്റ്ററിലുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ വർഷത്തെ കീം പരീക്ഷയിൽ വന്ന 6 സെഷനിലായിട്ട് നടന്ന പരീക്ഷയിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വീഡിയോയാണ്. ഈ വീഡിയോയിൽ, ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൽ 5ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് വൺസ് അഗെയിൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരുടെയും ശ്രദ്ധയിലേക്കായിട്ട് മാസ്റ്റർ കീം 2026 എന്ന ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആയിട്ട്, ഓഫ്ലൈനായിട്ടും ഉണ്ട്, ഓൺലൈനായിട്ടും ഉണ്ട്. അത് 2 കാറ്റഗറി ബാച്ചുകളുണ്ട്. ബാച്ച് 1 CBSE കാറ്റഗറിയാണ്. ഫസ്റ്റ് കാറ്റഗറി ബാച്ചസ് എല്ലാം തന്നെ CBSE കാറ്റഗറിയിൽ വരുന്നതാണ്. CBSE കുട്ടികൾക്കായിട്ടുള്ളതാണ്. അത് മാർച്ച് 13-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറി ബാച്ചസ് സ്റ്റേറ്റ് സിലബസ് സ്റ്റുഡൻസിനുള്ളതാണ്. അത് മാർച്ച് 18-നാണ് തുടങ്ങുന്നത്. ഈ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് എങ്ങനെയാണ്, കവറേജ്, അതിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണ് ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ നടക്കുന്നത്, മോക്ക് എക്സാംസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ഡിസ്കഷൻ എങ്ങനെയായിരിക്കും, അതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടായിരിക്കും, എന്തൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, മെറ്റീരിയൽസിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ഓക്കെ, പരമാവധി ഇത് ആവശ്യം വരാൻ സാധ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ റിലേറ്റീവ്സുമായിട്ട് എല്ലാവർക്കും നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. ഇത് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ +1 +2 ട്യൂഷൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഏറെ വീഡിയോസും അതുപോലെ ഓരോ വിഷയത്തിൻ്റെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സുവോളജി, ബോട്ടണി ഓരോന്നിൻ്റെയും ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കവറേജ് ചെയ്യാനുള്ള സ്കൂൾ എക്സാംസിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും, ഓഫ് കോഴ്സ് സ്കൂൾ എക്സാമിന് മാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെങ്കിൽ പോലും കൺസെപ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാതെ ഒരു കാരണവശാലും നമുക്ക് ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിന് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മുടെ ആപ്പിലും സൈറ്റിലും എല്ലാം ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓഫ്ലൈനായിട്ടും അതുപോലെ ഓൺലൈനായിട്ടും ലഭ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടെ എല്ലാവരുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെർമോഡൈനമിക്സ് എന്ന ചാപ്റ്ററിൻ്റെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഏകദേശം 10-12 ചോദ്യങ്ങളാണ് തെർമോഡൈനമിക്സിൽ നിന്ന് കഴിഞ്ഞ കീം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഒരു 2 ചോദ്യം എന്ന് നമുക്ക് പറയാം. തെർമോഡൈനമിക്സിൽ നിന്ന് ആവറേജ് 2 ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In the reaction 3/2 O2 giving O3, the value of delta G naught at 298 Kelvin is approximately Kp തന്നിട്ടുണ്ട്, 2.303 RTയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ആൻസർ? നോക്കാം. ഫോർമുല ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഈസ് ഡെൽറ്റ G naught ഈക്വൽ ടു മൈനസ് 2.303 RT log K എന്നാണ് അല്ലേ, log Kp എന്നാണ്. റൈറ്റ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ G naught ആണ്. സോ ഇറ്റ് വിൽ ബി
ഇറ്റ് വിൽ ബി മൈനസ് 2.303 RT. ഈ വാല്യൂ ഇവിടെ അവൈലബിൾ ആണ് 5.7. സോ ഇറ്റ് ഈസ് മൈനസ് 5.7 ഇൻറ്റു ലോഗ് 10 raised to minus 30 അല്ലേ, log 10 raised to minus 30, right? So that will be minus 5.7 into minus 30 log 10 1 അറിയാലോ അല്ലേ. ഇപ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി. സോ ഇറ്റ് ഈസ് 5.7 ഇൻറ്റു 30 എന്ന് വരും. ദാറ്റ് ഈസ് 57 ഇൻറ്റു 3 അല്ലേ. എത്ര വരിക? 7 21 2 15 2 17 171 എന്ന ആൻസർ കിട്ടും. പ്ലസ് അല്ല, മൈനസ് അല്ല കേട്ടോ, മൈനസ് അല്ല, പ്ലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോയ്സ് ആണ്. യൂണിറ്റും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കണം. യൂണിറ്റ് ഇവിടെ -170 അതല്ല വരിക, കിലോ ജൂൾ പെർ മോൾ. സോ ദ ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും ഡെൽറ്റ ജിയും തമ്മിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, അത് ചാപ്റ്റർ ഇക്വിലിബ്രിയം ആയിരിക്കാം, തെർമോഡൈനമിക്സ് ആയിരിക്കാം, അതോ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പോലും ആ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പാണിത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡെൽറ്റ ജി നോട്ട് ഈക്വൽ ടു -2.303 RT log K എന്ന് പറയുന്ന ഫോർമുല പഠിച്ചിട്ടില്ലാത്തവർ പഠിച്ചു വയ്ക്കുക, മറക്കരുത്. വീണ്ടും 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 പറഞ്ഞ് മെമ്മറിയിൽ ഓർത്ത് വയ്ക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്, റൈറ്റ്? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ അല്ലേ? നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ലീസ്റ്റ് മീൻ മൾട്ടിപ്പിൾ ബോണ്ട് എൻതാൽപ്പി എന്നാണ് ചോദ്യം. ബോണ്ട് എൻതാൽപ്പി ഏറ്റവും കുറവ് ആർക്ക് എന്നാണ് ചോദ്യം കേട്ടോ. നോക്കൂ, ഇത് NN ട്രിപ്പിൾ ബോണ്ടാണ്, ഇത് ട്രിപ്പിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ടാണ്, ഇതാവാം, ഇത് ട്രിപ്പിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ടാണ്. സോ ദ കോമ്പീറ്റിംഗ് ചോയ്സ് ഈസ് 3 and 5. 3ഉം 5ഉം ആണ് കോമ്പീറ്റിംഗ് ചോയ്സ്. ബാക്കിയുള്ളതിലൊക്കെ ട്രിപ്പിൾ ബോണ്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് നമ്പർ ഓഫ് ബോണ്ട് കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് എൻതാൽപ്പി സ്വാഭാവികം കൂടുമല്ലോ അല്ലേ. അപ്പോൾ ഇത് ട്രിപ്പിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ടാണ്, റൈറ്റ്? ഇത് ട്രിപ്പിൾ ബോണ്ടാണ്, ഇത് ഡബിൾ ബോണ്ട്, CN മൈനസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അതുപോലെ CO ഡബിൾ ബോണ്ടാണ്. ഇയാളുടെ വാല്യൂ 940 റേഞ്ചിലാണ് കേട്ടോ, 940 റേഞ്ചിലാണ്. ഇയാളുടെ വാല്യൂ അതിലും കൂടും, 1000ന്റെ എബോ ഒക്കെയാണ് വരിക. ഇനി ഇവർ രണ്ടുപേരുമാണ് കോമ്പീറ്റിംഗ് ചോയ്സ്, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടും കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ടും. പക്ഷേ എല്ലാവർക്കും അറിയാം നൈട്രജൻ കുറച്ചുകൂടെ കുഞ്ഞാറ്റമാണ്, അപ്പോൾ കുറച്ചുകൂടെ അടുത്ത് വരും, ബോണ്ട് സ്ട്രെങ്ത് കൂടും. ഇതിൻ്റെ ബോണ്ട് എൻതാൽപ്പി രണ്ടുപേരും നിയറാണ് കേട്ടോ, രണ്ടുപേരും നിയർ വാല്യൂസ് ആണ്. ഇയാളുടെ വാല്യൂ വരുന്നത് ഒരു 611 കിലോ ജൂൾ ആണെങ്കിൽ ഇയാളുടെ വാല്യൂ ഒരു 615 കിലോ ജൂൾ. ഇറ്റ് ഈസ് നിയർ വാല്യൂ. എനിവേ ദി ആൻസർ ഈസ്, നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ലീസ്റ്റ് ആണ്. സോ ദി ആൻസർ ഈസ് തേർഡ് ചോയ്സ്. ഇതാണ് ഉത്തരം കിട്ടും. ബാക്കി എല്ലാവരുടെയും വാല്യൂ വളരെ ഹൈ ആണ്. NN വാല്യൂ 940 റേഞ്ചിലാണ്. അതേ ടേംസിലാണ് സെക്കൻഡും വരിക. CO വാല്യൂ 1000ന്റെ മുകളിൽ വരും. അതേസമയം കോമ്പീറ്റിംഗ് ചോയ്സ് തേർഡ് ചോയ്സും ഫിഫ്ത്ത് ചോയ്സും ആണ്. പക്ഷെ ചിന്തിക്കുന്നവർക്ക് അറിയാം നൈട്രജൻ കുറച്ച് ചെറുതല്ലേ കമ്പാരിറ്റീവ്ലി, അപ്പോൾ കുറച്ച് അടുത്ത് വരുമ്പോൾ ബോണ്ട് ലെങ്ത് കുറച്ച് കുറയും, ബോണ്ട് സ്ട്രെങ്ത് കുറച്ച് കൂടും, ബോണ്ട് എൻതാൽപ്പിയും കുറച്ച് കൂടും. പക്ഷെ അവർ രണ്ടുപേരുടെയും വാല്യൂ നിയർ വാല്യൂസ് ആണ്. ഒരാൾക്ക് 610 611 ആണെങ്കിൽ മറ്റേ ആൾക്ക് 615 റേഞ്ച്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. എന്നാലും ഉത്തരം തേർഡ് ചോയ്സ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഹീറ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ? ഹീറ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വാട്ടർ ഗിവൺ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഫെറിക് ഓക്സൈഡ് ഗിവൺ. ചോദ്യം, വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ? മക്കളെല്ലാവരും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ഒരു ഫോർമുല ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ്. ഇങ്ങനെ ഒരു ഫോർമുല എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? എല്ലാവരും അങ്ങനെ ഒരു ഫോർമുല ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ദാറ്റ് ഫോർമുല വിൽ ഗിവ് യു ദി ആൻസർ.
സോ എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്, ഇതാണ് വാല്യൂ, റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യണം? സോ ദ ആൻസർ ഈസ് മൈനസ് 285.83 ഇൻറ്റു 3 ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം 1 മോളിനാണ് ഈ വാല്യൂ, നമുക്ക് വേണ്ടത് 3 മോൾസിനാണ്. അപ്പോൾ ഇൻറ്റു 3 ചെയ്യണം. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും വാല്യൂ തരില്ല, അറിയാലോ. ഹൈഡ്രജന്റെയും അയേണിന്റെയും വാല്യൂ തരില്ല. കാരണം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ദെയർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആർ 0 പഠിച്ചിട്ടുണ്ട്. എലമെന്റ്സിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അത് തരില്ല, തന്നിട്ടുമില്ല, തരില്ല. സോ ദിസ് ഈസ് പ്രോഡക്റ്റ് സൈഡ്. ഇനി റിയാക്ടൻറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വാല്യൂ, റിയാക്ടൻറ്റ് സൈഡിലേക്ക് പോയാൽ ഈ വാല്യൂ മൈനസ് 824.2 എന്ന് വരും. അപ്പൊ എന്താ വരിക? 3 9 3 24 2 5 15 2 17 3 24 25 2 3 6 2 8 ഇത്രയും മൈനസ് വരുന്നുണ്ടല്ലേ? തെറ്റിയിട്ടില്ലല്ലോ. ഇനി ഇവിടെ വരുന്നത് മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആണ്, 824.2. സോ 824.2. അപ്പോൾ 9 വന്നു, 2 വന്നു, 3 വന്നു, 3 വന്നു. സോ ഇറ്റ് ഈസ് മൈനസ് 33.29. സോ ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ആ ഫോർമുല ഓർത്തു വയ്ക്കുക, അതിൽ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷെ അവിടെ തെറ്റിക്കാനുള്ള വകുപ്പുണ്ട്. കാരണം ഇത് ഫോർമുല അറിഞ്ഞിരുന്നിട്ട് ചിലപ്പോൾ തെറ്റിക്കും. ഇതൊരു തെറ്റിക്കാനുള്ള ഒരു വകുപ്പാണ്. ഇൻറ്റു 3 ചെയ്യാൻ വിട്ടുപോകും. അതുപോലെ സൈനൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പല പ്രാവശ്യം ചെയ്തിട്ടുള്ള കുട്ടികൾ പോലും വരുത്തുന്ന ഒരു തെറ്റാണ് സൈനിൽ വരുന്ന മാറ്റങ്ങൾ. അതുപോലെ ആ കോഎഫിഷ്യന്റ് മൾട്ടിപ്പിൾ ചെയ്യാൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റ്? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 4ാമത്തെ ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ എൻട്രോപ്പി ഡിക്രീസസ് എന്നാണ് ചോദ്യം. എൻട്രോപ്പി കുറയുന്നത് എവിടെ എന്നാണ് ചോദ്യം. കോമ്പിനേഷൻ ആണ് കേട്ടോ, കോമ്പിനേഷൻ ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എൻട്രോപ്പി കുറയുകയാണോ? ഇവിടെ എൻട്രോപ്പി കുറയുകയല്ല. കാരണം എ സോളിഡ് ഈസ് കൺവേർട്ടഡ് ടു സോളിഡ്, ഗ്യാസ് എൻട്രോപ്പി കൂടുകയാണ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് സെക്കൻഡ് കേസ്? അപ്പോൾ 1 വരാൻ പാടില്ല, 1 വരാൻ പാടില്ല. 1 വരുന്ന ചോയ്സ് എല്ലാം കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. ആൻസർ ഒന്നുകിൽ 1 ആവാം, 5 ആവാം. ഇനി സെക്കൻഡ് ചോയ്സ് എൻട്രോപ്പി ഡിക്രീസ് കേട്ടോ. ഇവിടെ നോക്കൂ, ഗ്യാസ് ലിക്വിഡ് ആവുകയാണ്. ഗ്യാസ് ലിക്വിഡ് ആവുമ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ആണ്. അപ്പോൾ 2 വരണം, ബട്ട് വി ഡോണ്ട് ഗെറ്റ് ദി ആൻസർ. അപ്പോൾ ഇത് നമ്മുടെ ചോയ്സ് തന്നെയാണ്. ഇനി ലിക്വിഡ് ടേൺ ഗ്യാസ്, ഇവിടെ എൻട്രോപ്പി കൂടുക ചെയ്യുക, ലിക്വിഡ് ഗ്യാസ് ആവുകയാണ്. അപ്പോൾ 3 വരാൻ പാടില്ല. സോ വി ഗോട്ട് ദി ആൻസർ. ആൻസർ ഈസ് ഫിഫ്ത്ത് ചോയ്സ്. വാട്ട് അബൌട്ട് 4? നോക്കൂ, ലിക്വിഡ് സോളിഡ് ആവുകയാണ്, എൻട്രോപ്പി കുറയുക ചെയ്യുക. അപ്പോൾ 2ഉം 4ഉമാണ് കോമ്പിനേഷൻ ആയിട്ട് വരേണ്ടത്. എൻട്രോപ്പി എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഡിസോർഡർ ആണ്, മെഷർ ഓഫ് റാൻഡംനെസ് ആണ്. ഇവിടെ നോക്കൂ, സോളിഡ്, ഒരു സോളിഡും 2 ഗ്യാസുമായിട്ട് മാറുന്നു, റാൻഡംനെസ് കൂടുകയാണ്. ഇവിടെ ഗ്യാസ് ലിക്വിഡ് ആവുന്നു, റാൻഡംനെസ് കുറയുന്നു. ഇവിടെ ലിക്വിഡ് ഗ്യാസ് ആവുന്നു, റാൻഡംനെസ് കൂടുകയാണ്. ഇവിടെ ലിക്വിഡ് സോളിഡ് ആവുന്നു, റാൻഡംനെസ് കുറയും, എൻട്രോപ്പി കുറയും. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. തെറ്റാതെ സൂക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ചോയ്സ് എക്സാമിൻ ചെയ്യുമ്പോൾ തന്നെ 3 ചോയ്സ് അങ്ങ് കട്ടാവും. അതും ഒരു അനുഗ്രഹമാണ് ആ ചോദ്യത്തിൽ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, 5ാമത്തെ ചോദ്യം. എൻതാൽപ്പി കമ്പസ്റ്റൻ വാല്യൂസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? എത്തീൻ, C2H4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തീൻ അല്ലെ, C2H4 എത്തീൻ ആണ്. അതുപോലെ ഗ്രഫൈറ്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ഹൈഡ്രജന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് C2H4? കാണേണ്ടത് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് C2H4 ആണ് കേട്ടോ. സോ റൈറ്റ് ദ റിയാക്ഷൻ. 2 carbon plus 2H2 you get C2H4. ഇതിന്റെ എൻതാൽപ്പിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
ആ റിയാക്ഷന്റെ എൻതാൽപ്പിയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത് കേട്ടോ. എങ്ങനെ കണ്ടുപിടിക്കാം? വൺസ് അഗെയിൻ യു ഹാവ് ദ ഫോർമുല. പഠിപ്പിച്ചിട്ടുണ്ട് ഫോർമുല. എന്താ ഫോർമുല? ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി കമ്പസ്റ്റൻ ഓഫ് റിയാക്ടൻസ് മൈനസ് സം ഓഫ് എൻതാൽപ്പി കമ്പസ്റ്റൻ ഓഫ് പ്രോഡക്ട്സ്. നോട്ട്ബുക്കിൽ കാണാം ഇങ്ങനെ ഒരു ഫോർമുല. ഒന്നല്ല, നേരത്തെ ഒരു ഫോർമുല പറഞ്ഞു, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ് എന്ന് പറഞ്ഞു. സം ഓഫ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് റിയാക്ടൻസ് ഒരു ഫോർമുല. സം ഓഫ് എൻതാൽപ്പി കമ്പസ്റ്റൻ ഓഫ് റിയാക്ടൻസ് മൈനസ് പ്രോഡക്ട്സ് ഒരു ഫോർമുല. സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ് മൈനസ് പ്രോഡക്ട്സ്. 3 ഫോർമുല നോട്ട്ബുക്കിൽ എഴുതി തന്നിട്ടുണ്ടാവണം. അതിൽ രണ്ടാമത്തേത് കിട്ടും ഇത്. സോ what we do? റിയാക്ടൻസ് മൈനസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ കാർബണിന്റെ വാല്യൂ എവിടെ? കാർബണിന്റെ വാല്യൂ ഇതാ കാർബണിന്റെ വാല്യൂ. ഇത് എത്തീന്റെ വാല്യൂ ആണ്. ദിസ് ഈസ് കാർബൺ വാല്യൂ. സോ ഇറ്റ് ഈസ് -394 ഇൻറ്റു 2 ചെയ്യണേ, മറക്കരുത്. ഇൻറ്റു 2 പ്ലസ് ഹൈഡ്രജന്റെ വാല്യൂ ഇവിടെ -286 അഗെയിൻ ഇൻറ്റു 2 ചെയ്യാൻ മറക്കരുത്. അഗെയിൻ മൈനസ് ആ വാല്യൂ -1411. ഇത്രയും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇത്രയും വർക്കൗട്ട് ചെയ്യുമ്പോൾ ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. എന്ത് വരും? 4 2 8 18 6 1 7 അല്ലേ? ഇനി ഇവിടെ തെറ്റിയിട്ടില്ലല്ലോ. 6 2 12 2 16 1 17 4 5. അപ്പം എന്ത് വരും ഇവിടെ? -572 ചെയ്താൽ 8 2 10 8 8 16 6 7 13 -1360. ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി, +1411 ആയി അല്ലേ? സോ ഇറ്റ് വിൽ ബി 1411 -1360. സോ 1 6 5 11 4 51 എന്ന് കിട്ടും അല്ലേ? പ്ലസ് 51 ശരിയല്ലേ? +51 ശരിയല്ലേ അല്ലേ? ഏതാ ചോയ്സ്? ഓപ്ഷൻ 5. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. വൺസ് അഗെയിൻ കഴിഞ്ഞ ആ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ പാറ്റേൺ ആണ്, അതേ പ്ലാറ്റ്ഫോമാണ്. ആ വേറൊരു ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം. റൈറ്റ്? അതുപോലെ ആ കാൽക്കുലേഷൻ ചെയ്യുന്നതും ഒന്ന് തെറ്റുകൂടാതെ, പലപ്പോഴും അത് ചെയ്തു വരുമ്പോൾ തെറ്റിക്കുന്ന ധാരാളം കുട്ടികൾ, സില്ലി മിസ്റ്റേക്സിൽ ആൻസർ തെറ്റിപ്പോകുന്ന കുട്ടികളുണ്ട്. അവർ ആ പ്രാക്ടീസിങ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ എക്സാം ചെയ്യുന്ന സമയത്തും ഒന്ന് മനസ്സിരുത്തി ചെയ്തിട്ട് തെറ്റുകൂടാതെ, സൈനൊന്നും തെറ്റുകൂടാതെ നോക്കൂ. +51 ഉള്ളപ്പോൾ തന്നെ -51 ഉണ്ട്. പിന്നെ ഏതെങ്കിലുമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 102 കിട്ടും, അല്ലെങ്കിൽ 153 കിട്ടും. ആ കൊടുത്തിരിക്കുന്ന ഡാറ്റയെല്ലാം നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള ഡാറ്റകളാണ്. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ട്രാപ്പാണത്. ഓക്കെ. സോ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി കമ്പസ്റ്റൻ ഓഫ് റിയാക്ടൻസ് മൈനസ് പ്രോഡക്റ്റ്. അപ്പൊ ഇയാളുടെ വാല്യൂ എടുക്കുക, ഇൻറ്റു 2 ചെയ്യുക. ഇയാളുടെ വാല്യൂ എടുക്കുക, ഇൻറ്റു 2 ചെയ്യുക. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇയാളുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. യു ഗെറ്റ് ദി ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6ാമത്തെ ചോദ്യം, 6ാമത്തെ ക്വസ്റ്റ്യൻ. 12 gram pure graphite burned completely in a bomb calorimeter. ബോംബ് കലോറിമീറ്റർ പഠിച്ചിട്ടില്ലേ മക്കളെ? ക്ലോസ്ഡ് കലോറിമീറ്റർ ആണ് ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ക്ലോസ്ഡ് കലോറിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോള്യൂം കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. So 12 gram pure graphite is burned completely in a bomb calorimeter in excess of oxygen at 298 Kelvin at 1 atm pressure. During combustion, the temperature rises from 298 Kelvin to 308 Kelvin. The heat capacity of bomb calorimeter 20.7 kilojoule per Kelvin. What is the enthalpy change of combustion of 1 mole of graphite at the same temperature and pressure എന്നാണ് ചോദ്യം. ഓക്കെ. enthalpy change for the combustion of 1 mole graphite. So നോക്കൂ, ഇവിടെ നമുക്ക് കിട്ടുന്നത് ΔU ആയിരിക്കും കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്നത് ΔU ആയിരിക്കും. കാരണം
ബോംബ് കലോറിമീറ്റർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് കലോറിമീറ്റർ ആണ്. ഒരു ക്ലോസ്ഡ് കലോറിമീറ്ററിൽ കിട്ടുന്ന ഡാറ്റ എന്തായിരിക്കും? ഹീറ്റ് ട്രാൻസ്ഫേർഡ് അറ്റ് കോൺസ്റ്റന്റ് വോള്യൂം ആയിരിക്കും. ദിസ് ഈസ് QV ആൻഡ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. ഡെൽറ്റ യു കണ്ടുപിടിക്കാൻ അറിയാലോ അല്ലേ? ഇറ്റ് ഈസ് NCV ഡെൽറ്റ ടി എന്നാണ് കേട്ടോ. എത്രയാണ്? 12 ഗ്രാം ഗ്രഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ. 12 ഗ്രാം ഗ്രഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ ആണ്. സോ ഇറ്റ് ഈസ് 1 മോൾ ഇൻറ്റു CV 20.7 ഇൻറ്റു ഡെൽറ്റ ടി 298 നിന്ന് 308 ഡെൽറ്റ ടി 10. സോ യു ഗെറ്റ് 207 കിലോ ജൂൾ എന്ന് കിട്ടും ഡെൽറ്റ യു. ആൻഡ് നൗ ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കണം. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് കാണേണ്ടത് എൻതാൽപ്പിയാണ് കേട്ടോ. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT എന്നാണ്. ആൻഡ് ദ റിയാക്ഷൻ ഈസ് കാർബൺ പ്ലസ് ഓക്സിജൻ, യു ഗെറ്റ് കാർബൺ ഡയോക്സൈഡ്. ഇത് സോളിഡ്, ഇത് ഗ്യാസ്, ഇത് ഗ്യാസ്. ആൻഡ് യു കെൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഡെൽറ്റ N ഈക്വൽ ടു 0. ഡെൽറ്റ N 0 ആണ്. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പോൾ ഈ കിട്ടിയത് തന്നെയാണ് എന്ത് ഡെൽറ്റ എച്ച്. സോ വാട്ട് ഈസ് ദി ആൻസർ? 207. നോക്കൂ, 207 മൈനസും ഉണ്ട് പ്ലസും ഉണ്ട്. ഏതാ നിങ്ങൾ സെലക്ട് ചെയ്യുക? 207 മൈനസും ഉണ്ട് പ്ലസും ഉണ്ട്. ഏതാ നമ്മൾ സെലക്ട് ചെയ്യുക? സംശയം പാടില്ല. It is combustion reaction ആണ്. And no doubt it will be minus. It is combustion reaction. No doubt it is minus. So the answer is second choice. We are doing a combustion process. Combustion process എന്തായിരിക്കും? Exothermic process ആയിരിക്കും. So definitely the answer is second choice. Clear അല്ലേ? അപ്പൊ നോക്കുക, ഒരിക്കൽ കൂടെ പറയാം. ഡെൽറ്റ യു ഈക്വൽ ടു NCV ഡെൽറ്റ ടി. എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. ഡെൽറ്റ യു കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഡെൽറ്റ എച്ച് കാണണം. പക്ഷെ ഇവിടെ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും സെയിം ആണെന്ന് കാണാൻ സാധിക്കും. കാരണം ഡെൽറ്റ N 0 ആണ്. നോക്കൂ, ഇവിടെ 1 മോൾ, ഇവിടെ 1 മോൾ. സോളിഡ് എടുക്കാൻ പാടില്ല, ഗ്യാസ് മാത്രം. 1 മൈനസ് 1 0. നമ്പർ ഓഫ് മോൾസ് പ്രോഡക്റ്റ് സൈഡ് മൈനസ് നമ്പർ ഓഫ് മോൾസ് റിയാക്ടന്റ് സൈഡ്. ഓൺലി ഗ്യാസസ്. അപ്പൊ ഡെൽറ്റ N 0 എന്ന് കിട്ടി. ഡെൽറ്റ N 0 കിട്ടിയാൽ എന്താ അർത്ഥം? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പൊ ഡെൽറ്റ യു തന്നെയാണ് ഡെൽറ്റ എച്ച് എന്നും മനസ്സിലാക്കാം. ആൻഡ് ഹെൻസ് ദി ആൻസർ. പക്ഷെ അവിടെയും ശ്രദ്ധിക്കണം, ഓപ്ഷൻ ബി ആണോ അതോ ഓപ്ഷൻ 4 ആണോ? ഓപ്ഷൻ 2 ആണോ ഓപ്ഷൻ 4 ആണോ? ഓപ്ഷൻ 2 ആണ് ഉത്തരം. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കമ്പസ്റ്റൻ റിയാക്ഷനെ കുറിച്ചാണ്. കമ്പസ്റ്റൻ റിയാക്ഷൻസ് ആർ എക്സോതെർമിക് ഇൻ നേച്ചർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ചോദ്യം, 7th question. If water vapor is assumed to be a perfect gas, molar enthalpy change for vaporization of 1 mole of water at 1 bar 100 degrees Celsius is 41 kilojoule per mole. Calculate internal energy change when 1 mole of water is vaporized at 100 degrees Celsius at 1 bar assuming water vapor to be ideal. അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇന്റേണൽ എനർജിയാണ്. കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ എനർജിയാണ്. Again, what is given is enthalpy. Enthalpy തന്നിട്ടുണ്ട്. ഇന്റേണൽ എനർജി കണ്ടുപിടിക്കണം. എന്താ ഫോർമുല? സെയിം ഫോർമുല. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NRT. Therefore, delta U equal to delta H minus delta NRT. How to find delta N? It is H2O liquid converted to H2O gas. What is delta N? ഇവിടെ 1 മോൾ, ഇവിടെ 0. ഇത് ലിക്വിഡ് ആണ്, നോക്കരുത്. ഇത് മാത്രമേ എടുക്കാവുള്ളൂ. സോ പ്രോഡക്റ്റ് സൈഡിൽ 1 മോൾ, റിയാക്ടന്റ് സൈഡിൽ 0. സോ ഇറ്റ് ഈസ് 1. സോ വാട്ട് യു ഗെറ്റ്? ഡെൽറ്റ H 41. Delta H 41. Enthalpy of vaporization, it is 41 minus 1 into R value 8.3. 8.3 into 10 power minus 3 കൊടുക്കാൻ മറക്കരുത്. കാരണം ഇത് കിലോ ജൂൾ ആണ്, ഇത് ജൂൾസ് ആണ് കേട്ടോ. അപ്പൊ അത് കൊടുക്കാൻ മറക്കരുത്. ഇൻറ്റു ടെമ്പറേച്ചർ 100 ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ 373 കെൽവിൻ. അതും തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ എന്ത് വരും മക്കളെ? 10 power minus 3 ഇവിടെ കട്ട് ചെയ്താൽ
0.373 എന്ന് വരും. എന്ന് വെച്ചാൽ 0.4 നിയർലി ഇൻറ്റു 8 ചെയ്ത് കഴിഞ്ഞാൽ 32 ഒരു 3 പോയിന്റ് സംതിങ് ഒരു 3 പോയിന്റ് സംതിങ് ആണ് ഇവിടെ കിട്ടുക. ശരിയല്ലേ? ഇപ്പോൾ 41 മൈനസ് 3 പോയിന്റ് സംതിങ് എന്ന് വെച്ചാൽ ഒരു 38 റേഞ്ച്. 38 റേഞ്ചിലായിരിക്കും ആൻസർ വരിക. 38 റേഞ്ചിൽ പ്ലസ് കേട്ടോ, പ്ലസ് 41 മൈനസ് ഒരു 3 റേഞ്ചിൽ ആൻസർ വിൽ ബി ഇവിടെ നോക്കൂ, ഇവിടെ 38 ഉണ്ട്, ഇവിടെ 38 ഉണ്ട്. ഇതാണ് ആൻസർ. സെക്കൻഡ് ചോയ്സ് ഈസ് ദി ആൻസർ. Right? And the equation is delta H equal to delta U plus delta nRT. Delta U equal to delta H minus delta nRT. What is delta N? Delta N എങ്ങനെ കിട്ടി? ഈ ഇക്വേഷൻ നോക്കിയാൽ delta N കിട്ടി, 1 എന്ന് കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വരുന്ന സമയത്ത് തന്നെ ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. 10⁻³ ഇവിടെ എടുത്താൽ 0.373 എന്ന് വരും. ദിസ് ഈസ് നിയർലി 0.4. നിയർലി 0.4 8 കൊണ്ട് മൾട്ടിപ്ലൈ എന്നാൽ 32 ഒരു 3 പോയിന്റ് സംതിങ് റേഞ്ചിലാണ് ഈ ടോട്ടൽ ഫിഗർ വരിക. 41 3 പോയി കഴിഞ്ഞാൽ 38 റേഞ്ചിലായിരിക്കും ഫൈനൽ ഫിഗർ ആൻസർ വരേണ്ടത്. 38 റേഞ്ചിൽ 2 ചോയ്സ് ഉണ്ട്, പ്ലസും മൈനസും. സോ പ്ലസ് വിൽ ബി ദി ആൻസർ അക്കോർഡിംഗ് ടു ദ ഗിവൺ ഡാറ്റ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം. Eighth question. Delta H reaction. Delta H not for the following reaction. ഈ റിയാക്ഷന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? Ag+ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, ക്ലോറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ക്ലോറൈഡ് മൈനസ്. അതുപോലെ AgCl മൈനസ് അല്ല കേട്ടോ, AgClന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 പേരുടെ ഡാറ്റ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ? വളരെ സിമ്പിൾ ആണ്. എന്താണ്? നേരത്തെ ചെയ്ത അതേ ഫോർമുല തന്നെ. എന്താ ഫോർമുല? ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഈക്വൽ ടു സം ഓഫ് ഡെൽറ്റ എച്ച് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് ഡെൽറ്റ എച്ച് റിയാക്ടൻസ്. ഏതാ പ്രോഡക്റ്റ്? AgCl. വാല്യൂ എത്രയാണ്? -127.1 -127.1 മൈനസ് ഈ 2 വാല്യൂ ആഡ് ചെയ്യണം. പ്രോഡക്ട്സ് ഈ 2 വാല്യൂ. സിൽവറിന്റെ വാല്യൂ എത്രയാ? 105.6 പ്ലസ് ക്ലോറൈഡിന്റെ വാല്യൂ എത്രയാ? -167.2. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് എത്ര വരൂടാ? 167.2 105.6 6 6 12 6 1 7 6 ശരിയല്ലേ? 6 6 12 2 5 7 6 യെസ്. പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ്. ഇതാണ് ഇവിടെ വരിക അല്ലേ? അപ്പോൾ -127.1 -61.6 എന്ന് വെച്ചാൽ 127.1ൽ നിന്ന് ഇത് പ്ലസ് ആയിട്ട് മാറുമല്ലോ അല്ലേ? ഇത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 61.6 കുറയ്ക്കണം. 6 5 11 2 5 7 6 6 12 പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് അല്ലേ? -65.5 ഈസ് ദി ആൻസർ. -65.5 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 3 ആണ് ആൻസർ. കിട്ടും. ഓപ്ഷൻ 3 ആണ് ആൻസർ. എഗെയിൻ കാൽക്കുലേഷനിൽ വരുത്താവുന്ന വളരെ എലിമെൻ്ററി ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ട്. അത് സ്ഥിരം വരുത്തുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. എഗെയിൻ ദി ആപ്ലിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഫോർമുല. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു സം ഓഫ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് സം ഓഫ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് റിയാക്ടൻസ്. ഇവിടെ പ്രോഡക്ട്സ് ഇയാളാണ്, അപ്പോൾ ഈ വാല്യൂ എടുക്കുക. റിയാക്ടൻസ് ഇവർ 2 പേരുമാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ചോദ്യം. 9th question. Types of system and their definitions are given below. Choose the correct match from the following codes. കൃത്യമായിട്ടുള്ള മാച്ചിങ് ആണ് കാണേണ്ടത്. 9ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മാച്ച് ലിസ്റ്റിംഗ് ആണ് കേട്ടോ. മാച്ച് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ ദ എലിമെന്ററി ഐഡിയ ഓഫ്
ടൈപ്സ് ഓഫ് സിസ്റ്റംസ് സറൗണ്ടിങ്സ് ടൈപ്സ് ഓഫ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. തെർമോഡൈനമിക്സിന്റെ ഫണ്ടമെന്റൽ ഏരിയയിൽ പഠിക്കുന്നതാണ്. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം പഠിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. നോക്കാം ഏതായിരിക്കും കറക്റ്റ് മാച്ചിങ് വരുന്നത്. ക്ലോസ്ഡ് സിസ്റ്റം, എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ബോത്ത് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ്. ദാറ്റ് ഈസ് an open system. B matches with 1. B matches with 1. B matches with 1. ഇതാവാം അല്ലെങ്കിൽ ഇതാവാം. അപ്പൊ ഇത് കട്ടായി, ഇത് കട്ടായി, ഇത് കട്ടായി. ഫസ്റ്റ് വൺ നോക്കുമ്പോൾ തന്നെ 3 ചോയ്സ് പോയി. അടുത്തത് എ സിസ്റ്റം വിച്ച് കനോട്ട് എക്സ്ചേഞ്ച് മാറ്റർ ഓർ എനർജി വിത്ത് സറൗണ്ടിങ്സ്. ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം. C with 2. C with 2. We get the answer. ഇവിടെ C 3 ആണ്. So we get the answer. Fourth choice. നോക്കാം A4 വരുമോ? A4 വരുമോ? A4 അല്ല കേട്ടോ, A5 വരണം. Closed system. A system which can exchange only energy with the surroundings. കറക്റ്റ് അല്ലേ? എ സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് ഓൺലി എനർജി വിത്ത് ദ സറൗണ്ടിങ്സ്. എന്താണ് ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം പഠിച്ചിട്ടില്ലേ? ഓപ്പൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ വിച്ച് ക്യാൻ ട്രാൻസ്ഫർ ബോത്ത് മാറ്റർ ആൻഡ് എനർജി. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ വിച്ച് ക്യാൻ ട്രാൻസ്ഫർ ഓൺലി എനർജി നോട്ട് മാറ്റർ. ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ വൺ വിച്ച് കനോട്ട് ട്രാൻസ്ഫർ ബോത്ത് മാറ്റർ ആൻഡ് എനർജി. ദാറ്റ് ഈസ് ഐസൊലേറ്റഡ് സിസ്റ്റം. ശരിയല്ലേ? അപ്പോൾ ആ 3 നോക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇനി ഡി കറക്റ്റ് ആണോ? D3 കറക്റ്റ് അല്ലേ? ഹോമോജിനസ് സിസ്റ്റം, എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓൺലി 1 phase. കറക്റ്റ് ആണ്. E4 കറക്റ്റ് അല്ലേ? ഈ ഹെട്രോജിനസ് സിസ്റ്റം, എ സിസ്റ്റം കൺസിസ്റ്റിംഗ് ഓഫ് മെനി phases. സോ ഓൾ മാച്ചിങ് ആർ പെർഫെക്റ്റ്, നോ ഡൗട്ട് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 10ാമത്തെ ചോദ്യം. For the process to occur under adiabatic condition, the correct condition is adiabatic condition. പഠിച്ചിട്ടില്ലേ? എന്താ adiabatic condition? No transfer of heat. അതാണ് no thermodynamic process in which no transfer of heat. ഹീറ്റ് പുറത്തോട്ടും പോകുന്നില്ല, ഹീറ്റ് അകത്തോട്ടും കടക്കുന്നില്ല. ദാറ്റ് ഈസ് എ അഡിയബാറ്റിക് പ്രോസസ് അല്ലേ? ദാറ്റ് മീൻസ് Q ഈക്വൽ ടു 0 എന്ന് വരണം. Q ഈക്വൽ ടു 0 എന്ന് വരണം. ആൻഡ് ആൻസർ ഈസ് തേർഡ് ചോയ്സ്, നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്. എലിമെന്ററി ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എലിമെന്ററി ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ ഈ ഒരു ചോദ്യം നമ്മൾ കാണുമ്പോൾ ഈ ചോദ്യം പഠിച്ചങ്ങ് പോയാൽ പോരാ, മറിച്ച് ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കണം, ആ തെർമോഡൈനമിക് പ്രോസസ്സുകളെല്ലാം എനിക്ക് ഓർമ്മയുണ്ടോ? ഐസോതെർമൽ പ്രോസസ്സ്, അഡിയാബാറ്റിക് പ്രോസസ്സ്, ഐസോബാറിക്, ഐസോകോറിക്, റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ, അതിൻ്റെ ഗ്രാഫുകൾ, അതിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ കണ്ടീഷൻസ്, അതുപോലെ സൈക്ലിക് പ്രോസസ്സ്, ഇതെല്ലാം ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, യെസ്. അടുത്ത ചോദ്യം. that is the last question. അതാണ് അവസാനത്തെ ചോദ്യം കേട്ടോ. 11th question. For the following gas phase decomposition, magnitude of delta H and delta S. Delta H and delta S. PCl5 decomposing. PCl5 decompose ചെയ്യുന്ന റിയാക്ഷൻ ആണ്. So it is endothermic process അല്ലേ? It is endothermic process. So delta H is greater than 0. അപ്പോൾ ഇതല്ല. അപ്പൊ ഈ രണ്ടിൽ ഏതോ ഒന്നാണ്. ഇനി 1 mole gas converted to 2 mole gas, so entropy increases. 1 mole gas converted to 2 mole gas, so entropy increases. entropy കൂടുകയാണ് ചെയ്യുന്നത്. so delta S എന്തായിരിക്കും? delta S will be also positive. ഇവിടെ delta S നെഗറ്റീവ് ആണ്. അപ്പൊ ഇതെല്ലാം ആൻസർ 2 is the കറക്റ്റ് ചോയ്സ്. സെക്കൻഡ് ചോയ്സ് ആണ് കറക്റ്റ് കേട്ടോ. എന്തായാലും 11 ചോദ്യങ്ങളാണ് തെർമോഡൈനമിക്സ് എന്ന ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 2 ചോദ്യങ്ങൾ ഒരു പരീക്ഷയ്ക്ക് എന്നുള്ള ഒരു പേപ്പറിൽ എന്ന നിലവാരത്തിലാണ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ളത്. ഏറെക്കുറെയൊക്കെ അതുപോലെയൊക്കെ തന്നെ ആയിരിക്കുന്നു വിചാരിക്കാം. എന്തായാലും തെർമോഡൈനമിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്.
വളരെ ഭംഗിയായിട്ട് അത് പഠിച്ചെടുക്കാനും സാധിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. സോ വിത്ത് ദിസ് വീഡിയോ വി വൈൻഡ് അപ്പ് ദ ചാപ്റ്റർ തെർമോഡൈനമിക്സ്. അതിൽ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അടുത്ത ഒരു വീഡിയോയിൽ വേറൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും. എല്ലാ ചാപ്റ്ററിലെയും ഈ കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിലെ ചോദ്യങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. ശരി, ബൈ, സീ യു, ടേക്ക് കെയർ.